നമ്മൾ കള്ളം പറയുന്നില്ലേ, കണ്ടക്റ്റായി പറയാം, ചുമ്മാ പറയുന്നത്. നല്ല ആക്ഷൻ മൂവി. ഒന്നും പറയില്ല. സൂപ്പർ മൂവി, അടിപൊളി മൂവിയാണ്. പുതിയ തിരിച്ചുവരവ്, നല്ല ആക്ഷൻ മൂവി. ആക്ഷൻസ് എങ്ങനെയുണ്ട്? ആക്ഷൻസ് എങ്ങനെയുണ്ട്? ആക്ഷൻസ് അടിപൊളിയാണ്. നമ്മൾ കള്ളം പറയുന്നില്ലേ, കണ്ടക്റ്റായി പറയാം, ചുമ്മാ പറയുന്നതല്ലേ. കണ്ടിട്ട് ഒരു ഫീലിംഗ് കൊണ്ട് പറയുന്നത് അമ്മാര് സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒരാൾ ഇടിക്കുമ്പോൾ നമുക്ക് ചിലർക്ക് ഒരു ഫീലിംഗ് വരുന്നില്ല. ഇത് ഇടിയെന്ന് പറയുന്നുണ്ടല്ലോ, ഒന്നാമത് ഇടിയല്ലേ. നമ്മൾ കണ്ടത് അവസാനത്തെ 15-20 മിനിറ്റാണ്. കാരണം അവസാനം 15-20 മിനിറ്റിലേക്കുള്ള ബിൽഡപ്പാണ് ഹോൾ മൂവി വന്നത്. പിന്നെ ആക്ഷൻ മൂവീസിൽ നമ്മൾ പറയുന്ന പോലെ നമ്മൾ ലോജിക്ക് നോക്കി പോയാൽ നമ്മൾ നിരാശപ്പെടേണ്ടി വരും. ടർബോയുടെ കാര്യത്തിൽ അത് തന്നെയാണ്. ആ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ ശ്രമിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വളരെ സ്ലോ ആയിട്ടാണ് തുടങ്ങിയത്. സെക്കൻഡ് ഹാഫിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിൽ എത്തുന്ന മുതൽ ചേസിങ് ആയിട്ടും ആക്ഷനായിട്ടും വളരെ പേസി ആയിട്ട് മൂവി മുന്നോട്ട് പോയി. അവസാനത്തെ 20 മിനിറ്റ് നമ്മൾ എന്ത് ഡൂപ്പ് ഉപയോഗിച്ചാലും റോപ്പ് ഉപയോഗിച്ചാലും നമ്മുടെ ബോഡി തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കണം. അതിനുവേണ്ടി അദ്ദേഹം എടുത്ത എഫേർട്ടിന് ഹയർസ് ഓഫ്. പിന്നെ എടുത്തു വരേണ്ട റോളാണ് ബിന്ദു പണിക്കർ. റോഷാക്കിന് ശേഷം ബിന്ദു പണിക്കർ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ കാർക്കശ്യക്കാരി, അതേപോലെ തന്നെ തമാശകൾ പറയുന്ന ഒരു അമ്മയായിട്ട് ബിന്ദു പണിക്കർ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി മലയാളത്തിലേക്ക് വന്നതും ആ ഒരു വില്ലൻ ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവാൻ, ഒരു അൺബീറ്റബിൾ വില്ലൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം നീതി പുലർത്തിയിട്ടുണ്ട്. ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ആക്ഷൻ സിനിമയിൽ ഒരു ചേഞ്ച്, ഒരു ട്രെൻഡ് കൊണ്ടുവന്ന രീതിയിലുള്ള ഒരു സിനിമയല്ല ടർബോ. കാരണം നമ്മൾ കണ്ടുവന്നിരുന്ന പാട്ടുകളിൽ നിന്നും വൈശാഖിൻ്റെ ഷോട്ടുകളിൽ നിന്നും ഒന്നും മാറ്റാതെ തന്നെയുള്ള സിനിമയാണ്. മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങളുള്ള മെയ്വഴക്കം കൊണ്ട് മാത്രം വാച്ചബിളായിട്ടുള്ള മമ്മൂട്ടി കമ്പനിയുടെ ഇറങ്ങിയ സിനിമകളിൽ ഞാൻ പേഴ്സണലി അവസാനത്ത് മാത്രം കാണുന്ന ഒരു സിനിമയാണ് ടർബോ. പക്ഷേ ആക്ഷൻ ഹീറോ മൂവികൾ ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള എല്ലാ ചേരുവകളുള്ള ഒരു മാസ് എൻ്റർടൈനർ എന്ന രീതിയിലാണ് ടർബോ വന്നിരിക്കുന്നത്. ഈ ഫൈറ്റുകൾ തന്നെയാണോ കഥ മുന്നോട്ട് ഫൈറ്റുകൾ മാത്രമാണ് കണ്ടത്. കാരണം നമുക്കറിയാം ഈ കോൺഫ്ലിക്റ്റുകൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള യാതൊരു മൊമെൻറ്റിലും സിനിമയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ആ ആക്ഷൻ ബ്ലോക്കുകൾ 5 രീതിയിലുള്ള ആക്ഷൻ കോറിയോഗ്രാഫിയാണ് സിനിമയ്ക്ക്. ഈ പള്ളിയിൽ അടി, ബസ്സിലടി, അങ്ങനെയുള്ള രീതിയിലുള്ള പല രീതിയിലുള്ള ആക്ഷൻ കോറിയോഗ്രാഫികൾ പലതും റിപ്പീറ്റേഷൻ തോന്നിയിട്ടുണ്ടെങ്കിലും അവസാനത്തെ 20 മിനിറ്റുള്ള ഫൈറ്റ് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഫാക്ടറി സെറ്റപ്പിലുള്ള ഫൈറ്റ് അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ആ ആക്ഷൻ ബ്ലോക്കാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഘടകം. അവസാനത്തിലേക്ക് ഒരു ക്ലൈമാക്സിലേക്ക് പോകുമ്പോൾ അതെ, പടത്തിൻ്റെ ഹൈലേക്ക് വരുന്ന ക്ലൈമാക്സിലേക്ക് പോകുമ്പോഴാണ് അതൊരു രണ്ടാം ഭാഗത്തിലേക്കുള്ള സൂചന കൂടി. ഒരു വലിയ തമിഴ് താരം അതിനകത്ത് വരുന്നുണ്ട്. അത് ആ രീതിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വോയിസ് ഓവറാണ് ക്ലൈമാക്സിലേക്ക് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇത് ഒന്നുകൂടെ കംപ്ലീറ്റ് ആക്ഷനായിട്ട് വരും. ഇതൊരു ഫസ്റ്റ് പാർട്ട് ഒരു ബിൽഡപ്പ് പാർട്ടാണ് എന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ ഇതിൽ കൂടുതൽ പൊടിവാറുന്ന ആക്ഷൻ കാണാമെന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്കുള്ള സൂചന നൽകുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള സൂചന നൽകുന്നുണ്ട്. ടർബോ 2 വരും, ജോസ് പിന്നെയും വരും എന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സിൽ അവസാനിക്കുന്നത്. കാരണം ഒരു വലിയൊരു തമിഴ് താരത്തിൻ്റെ ഒരു വോയിസ് ഓവർ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ രാജ്ബി ഷെട്ടിയിൽ മുകളിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഡോൺ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ക്ലൈമാക്സിൽ അവസാനിക്കുന്നത്. മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന ആക്ഷൻ ഹീറോ മൂവി ഇഷ്ടപ്പെടുന്നവർ മാത്രം, ലോജിക്ക് നോക്കുന്നവരും കഥ നോക്കുന്നവരും വന്നു കഴിഞ്ഞാൽ പരിപൂർണ്ണ നിരാശയായിരിക്കും ടർബോ കണ്ടാൽ. അതൊക്കെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ സെക്കൻഡ് പാർട്ട് ഉടനെ വരട്ടെ നമുക്ക് ആഗ്രഹിക്കും. കാരണം അമ്മാതിരി ഒരു ലെവൽ സാധനം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരു കാർ ചേസിങ് ഉണ്ട്. അതിൽ BGM ഒക്കെ കയറി വരുമ്പോൾ BGMഉം ആ കാർ ചേസിങ്ങും കൂടി ആകുമ്പോൾ നമുക്ക് രോമാഞ്ചം കയറും. അമ്മാതിരി ഒരു ലെവൽ സാധനം. എന്തായാലും മസ്റ്റ് തിയേറ്റർ വെച്ചിട്ട് പോകണം. അതാണ് ഞാൻ പറഞ്ഞ കാർ ചേസിങ് മൊത്തത്തിൽ പറയുമ്പോൾ കിടിലം തന്നെ. അത് മമ്മൂട്ടിക്ക് ഇങ്ങനെ കഴിയാത്തൊന്നുമില്ല. പുള്ളി കാറിൽ ഓടിക്കുന്ന കാര്യത്തിലൊരു പുലി തന്നെയാണ്. അതിൽ വേറെ ഒന്നും പറയില്ല. പിന്നെ അതിൻ്റെ ആ പെർഫെക്ഷൻ, അത് കറക്റ്റ് പാർക്ക് ചെയ്തൊക്കെ രീതിയൊക്കെ ഉണ്ടല്ലോ, കിടിലം തന്നെ. എന്തായാലും പോകണം. സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. കാരണം ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിർത്തിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ എൻട്രി പോലെയാണ്. കാരണം ഒരു എങ്ങനെ അതിൻ്റെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും സെക്കൻഡ് പാർട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും വരുമായിരിക്കും. വരട്ടെ, കാണാം. ഇല്ല ലാഗ് എന്ന് പറയാനില്ല. കാരണം മറ്റേ ഇൻ്റർവെല്ലിലെ പഞ്ച് അതൊരു പോരായ്മ പോലെ എനിക്ക് തോന്നി. പക്ഷേ ഇൻ്റർവെൽ പഞ്ച് പറയുമ്പോഴും ആ ആക്ഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കൊള്ളാം. ഇൻ്റർവെല്ലിലെ പഞ്ച് എനിക്ക് ഒരു അത്ര സുഖമായിട്ട് തോന്നിയില്ല. പക്ഷേ പഞ്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു സ്ലോ പോയിസ് പോലെ അതിൻ്റെ ഗൗരവം കയറി വരുന്നത്. കാരണം ഇനി അടുത്ത സീൻ എന്താവും അങ്ങനെ ഒരു തോന്നൽ തോന്നി.
മലയാളം പടം. ബിന്ദു പണിക്കരുമായിട്ടുള്ള ആ ഒരു സീൻസൊക്കെ അതൊരു അമ്മ അദ്ദേഹത്തെ വൈവിധ്യമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടനും അതേപോലെ തന്നെ. അപ്പോൾ അവർ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പ്രായങ്ങൾ, നമ്മൾക്ക് പ്രായം കൂടുമ്പോൾ അറിയാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ 73-ാം വയസ്സിലും 28-ൻ്റെ ചുരുക്കോടെ അവൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് എല്ലാവരെയും ആവേശം ആക്കുന്നത്. തീർച്ചയായിട്ടും സ്റ്റണ്ടിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വൈശാഖ് എന്ന് പറയുന്ന സംവിധായകൻ, മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന ഒരുപാട് നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച്, എഴുത്തിലൂടെ സമ്മാനിച്ച അദ്ദേഹത്തോടൊപ്പം ഈ 3 പേര് മൂർത്തികൾ ചേർന്നപ്പോൾ തിയേറ്ററിൽ പൂരപ്പുറമ്പ് തന്നെ സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും എല്ലാത്തരം പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ചിത്രമാണ്. ഇതിന്റെ നല്ല മനോഹരമായ കഥയാണ്. തീർച്ചയായും ഡയറക്ഷൻ മനോഹരമാണ്. അതെ, അതിലൂടെ വന്ന കഥാപാത്രം അതിലും മനോഹരം മനോഹരം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരും